എത്ര മെലിഞ്ഞവരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഈ ഒരു പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും അല്ലെങ്കിൽ മുതിർന്നവർക്കായാലും ഒരുപോലെ റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വെയിറ്റ് കൊടുക്കുന്നില്ല എന്ന് പരാതിയുള്ള ഒത്തിരി പേരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും. എന്തൊരു കാര്യം നമ്മൾ ചെയ്താലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ പ്രോട്ടീൻ പൗഡറാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഈ തോടില്ലാത്ത ഉഴുന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഏകദേശം 1 കപ്പോളം. നിങ്ങളിപ്പോൾ ഏതൊരു അളവ് കപ്പാണ് എടുക്കുന്നത് ആ ഒരു അളവിൽ കപ്പിലായിരിക്കണം ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം എടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന കപ്പെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്നൊരു കൊച്ചു കപ്പാണെങ്കിൽ അത് എടുക്കുക. ആ ഒരു സെയിം അളവിൽ തന്നെ ഇത് രണ്ടും എടുക്കുക. ഇപ്പം ഞാൻ ഇതിലോട്ട് എടുക്കുന്നത് ഉഴുന്നും അതുപോലെ തന്നെ പയറുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും നമ്മൾ സെയിം അളവിൽ എടുക്കുക. ഇപ്പോൾ ടേബിൾ സ്പൂൺ കണക്കിന് എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം അളവിൽ തന്നെ നിങ്ങൾ ഇത് പയറും എടുക്കുക കേട്ടോ. ഇത് രണ്ടും എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കുക. ജസ്റ്റ് പാനിലിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് ഇതുപോലെ നല്ല പൗഡർ ഫോമിലൊന്ന് പൊടിച്ചെടുക്കുക. നമുക്ക് ഇതിൻ്റെ പൗഡറാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണ്. നമ്മളിപ്പോൾ വണ്ണം വയ്ക്കാൻ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഈ ഒരു പൗഡർ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. രണ്ടും സെയിം അളവിന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് വയ്ക്കാം. ഇങ്ങനെ പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒത്തിരി നാൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണം മാത്രം നമുക്കിത് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിന് ഈ ഒരു സ്മൂത്ത് റെഡിയാക്കി എടുക്കാൻ ഫസ്റ്റ് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. പശുവിൻ പാൽ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാലെടുക്കുക. നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാലെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഡൗട്ടാണ് പശുവിൻ പാൽ കിട്ടാത്തവർ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാലുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പശുവിൻ പാൽ എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പാൽ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാലിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1.5 ടേബിൾ സ്പൂണോളം പ്രോട്ടീൻ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആപ്പിളാണ്. ഒരു മീഡിയം സൈസ് ആപ്പിൾ നമുക്ക് എടുക്കാം. ആപ്പിളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ഉണ്ട്. ബദാമുണ്ട്, കാഷ്നട്ട്സ് ഉണ്ട്, പീനട്ട്സ് ഉണ്ട്, അതുപോലെ ഡേറ്റ്സ് ഉണ്ട്, ഉണക്കമുന്തിരിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റും കാര്യമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് മധുരമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ആ ഒരു മധുരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു നട്ട്സും അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും മാത്രമേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു മീഡിയം സൈസ് ബനാന. ഞാനിപ്പോൾ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെ മാക്സിമം ഉണ്ടെങ്കിൽ എടുക്കുക. നമ്മുടെ വെയിറ്റ് ഗെയിന് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നേന്ത്രപ്പഴം. അത് ഒരു മീഡിയം സൈസ് എടുക്കുക. അതിന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് വേണം നമ്മളിത് കഴിക്കുക. ഇത് നമുക്ക് രാവിലെയും കഴിക്കണം, അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കണം. നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 പ്രാവശ്യം തന്നെ നിങ്ങൾ കഴിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ദിവസം കൊണ്ട് ഒരു 3 കിലോ ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് കഴിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമാണ് ഇത് കഴിക്കുന്നത്. അതുപോലെ രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. പക്ഷേ നമ്മൾ കിടക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നോടിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഡെയിലി ഒരു വട്ടം മാത്രം കൊടുത്താൽ മതിയാകും. അവർക്ക് ഇഷ്ടമുള്ള ടൈം കൊടുക്കുക. രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ട് അവരുടെ ആ ഒരു ഇഷ്ടമുള്ള ടൈമിൽ കൊടുക്കുക. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ 2 വട്ടം കുടിക്കുക. എങ്കിൽ മാത്രമായിരിക്കും പെട്ടെന്നുള്ളൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. പിന്നെ ഇതൊരു 1 മന്തെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.